പഠനം എന്നത് മനസ്സിലാവാത്ത സൂത്രവാക്യങ്ങളുടെ ഒരു മങ്ങിയ ലോകമായി മാറിയോ? ഇനി പഠനം നിറമുള്ളതാക്കാം. ആശയങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വ്യക്തതയോടെ പഠിക്കാൻ ഇതാ ഒരു പുതിയ വഴി. 8, 9, 10 +1, +2 ക്ലാസുകൾക്ക് മികച്ച പരിശീലനം. പഠനം ഇനി ആഘോഷമാക്കാം. അത്യാധുനിക സൗകര്യങ്ങളോടെ RGL അക്കാദമി. അഡ്മിഷനായി ഇന്നു തന്നെ വിളിക്കൂ. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴയെ തുടർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ടിന് പ്രധാന കാരണം നഗരസഭയുടെ മഴക്കാല മുന്നൊരുക്ക ശുചീകരണ പ്രവർത്തനങ്ങളിലെ വീഴ്ചയാണെന്ന് ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലറും UDF നേതാവുമായ PMA ജലീൽ ആരോപിച്ചു. ഒറ്റപ്പാലം നഗരസഭാ പരിധിയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴയെ തുടർന്ന് രൂപപ്പെട്ട വെള്ളക്കെട്ടിന് പ്രധാന കാരണം നഗരസഭയുടെ മഴക്കാല മുന്നൊരുക്ക ശുചീകരണ പ്രവർത്തനങ്ങളിലെ വീഴ്ചയാണെന്ന് ഒറ്റപ്പാലം നഗരസഭാ കൗൺസിലറും UDF നേതാവുമായ PMA ജലീൽ ആരോപിച്ചു. പക്ഷേ ഒറ്റപ്പാലത്ത് പല കടകളിലേക്കും വീടുകളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായത് ഡ്രെയിനേജുകൾ സമയബന്ധിതമായി നഗരസഭ വൃത്തിയാക്കുന്നതിലും എന്ന വീഴ്ചയാണ്. സമയബന്ധിതമായി ഡ്രെയിനേജ് സംവിധാനങ്ങൾ വൃത്തിയാക്കാത്തതാണ് നഗരത്തിലും നിരവധി വീടുകളിലും വെള്ളം കയറാൻ ഇടയാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു. ബസ് സ്റ്റാൻഡ്, താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലടക്കം സമാനമായ സാഹചര്യമാണ് ഉള്ളതെന്നും അടിയന്തരമായി നടപ്പാക്കേണ്ട ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ മുൻഗണന നൽകുന്നതിൽ നഗരസഭ പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം വിമർശിച്ചു. ഒറ്റപ്പാലം ടൗണിലൊന്നും ഡ്രെയിനേജ് വൃത്തിയാക്കിയിട്ടില്ല. മാത്രമല്ല ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ ഈ മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. താലൂക്ക് ആശുപത്രിയുടെ പരിസരവും അങ്ങനെ തന്നെയാണ്. ഈ നഗരസഭ യാതൊരു പ്രവർത്തനവും നടത്തുന്നില്ല. ആവശ്യമായ ഘട്ടത്തിൽ അടിയന്തരമായ ഈ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഈ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭാ വികസന പ്രവർത്തനങ്ങളിൽ മുരടിപ്പ് നേരിടുകയാണെന്നും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന പുതിയ പദ്ധതികളൊന്നും ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടില്ലെന്നും PMA ജലീൽ ആരോപിച്ചു. നഗരസഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങളോട് വ്യക്തമായ മറുപടി നൽകേണ്ട ബാധ്യത ഭരണസമിതിക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബൈറ്റ് വിധത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നതിന് പകരം ഒരു പദ്ധതിയും നടപ്പാക്കാതെ ഈ നഗരസഭ ചെയ്യുന്നത് വികസന മുരടിപ്പാണ് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളോട് മറുപടി പറയാൻ ഈ നഗരസഭാ ഭരണസമിതി തയ്യാറാകണം.